കാരണങ്ങളില്ലാതെ വികാരിയച്ഛൻ അദ്ദേഹത്തിനെതിരെ കുര്യയ്ക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ അനുസരിച്ച് കുര്യയുടെ നടപടി ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ച് നമ്മളിന്നിവിടെ ഒരു പ്രതിഷേധ യോഗം നടത്തുകയാണ്. ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് സെബി വടക്കുംചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ഇടവക ജനങ്ങളെ, അന്യായ മുന്നേറ്റത്തിന്റെ രൂപത തലത്തിലുള്ള പ്രവർത്തകരെ, സത്യത്തില് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്നിങ്ങനെ നല്ലൊരു ദിവസം, നമ്മളേറെ സന്തോഷത്തോടെ കൊണ്ടാടിക്കൊണ്ടിരുന്ന പെരുന്നാൾ ഇന്നലെ രാവിലെ മുതൽ മരിച്ച വീട്ടിലെ അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങളും നിങ്ങൾക്കറിയാം. മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ പിതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റോ ഇവിടെ വന്നു എന്ന് പറയുന്നു. അതുവരെ ഒരു അറിയിപ്പും നമ്മൾക്കില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഇവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നില്ല. കാപ്പിയൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു കത്ത്, ഇത് പറഞ്ഞത് ഇങ്ങനെയാണ്: രൂപതയിൽ നിന്നും അച്ഛനെ ഏൽപ്പിക്കാൻ തന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു കത്ത്. ആ കത്ത് ഇതായിരുന്നു: താങ്കളെ ഈ സർവീസിൽ നിന്ന് തന്നെ അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇടവകയിൽ വളരെ ഭംഗിയായിട്ട് പെരുന്നാളിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തു. ഒത്തിരി പേര് അതിന്റെ പിന്നിൽ ഒരുപാട് ദിവസം അതിനുവേണ്ടി ബുദ്ധിമുട്ടി. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് നേതൃത്വം കൊടുക്കേണ്ട അച്ഛനെ തന്നെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. നിങ്ങൾ അന്ന് അഞ്ചനയുടെ കുർബാനയ്ക്ക് വന്നിരുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ആ കുർബാനയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെ കുർബാന അച്ഛൻ ചൊല്ലി. അത് കഴിഞ്ഞ് അറിയിപ്പിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അവിടെ ഒന്ന് അറിയിപ്പൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്, എനിക്ക് വ്യക്തിപരമായി വന്ന ഇടവക വികാരി അച്ഛന് വ്യക്തിപരമായിട്ട് വന്ന ഒരു കത്താണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തുന്നില്ല. അപ്പോൾ നമ്മുടെ കൊച്ചച്ഛൻ ഇരുന്നോടത്ത് എണീറ്റ് എന്നുകൊണ്ട് മൈക്കിൽ അങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം അച്ഛൻ്റെ ചെവിട്ടിന് പതുക്കെ വളരെ സ്ലോയിൽ, ഒരാളും കട്ടിട്ടില്ലാതെ പറയണം: അച്ഛൻ എൻ്റെ കുർബാനയ്ക്ക് ഞാൻ ചൊല്ലി തീർക്കട്ടെ, അച്ഛൻ്റെ കുർബാനയ്ക്ക് അച്ഛൻ പറഞ്ഞോ എന്നുള്ളൊരു വാചകമാണ് അവിടെ ആകെ ഉപയോഗിച്ചത്. അപ്പൊ വികാരിച്ചും പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വികാരിയാണ്, കൊച്ചന്റെ സീറ്റ് ചെന്നിരിക്കും. കൊച്ചൻ അവിടെ നിന്നു. അവിടെ നിന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. വികാരിച്ചത് മുഴുവൻ കാര്യങ്ങളും വായിച്ചു തീർത്തു. അതിനുശേഷം കൊച്ചന് കുർബാന പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് നവംബർ 4-ാം തീയതി വന്നൊരു കത്താണ്, അത് വികാരിയച്ഛന് പേഴ്സണലായിട്ട് അയച്ചൊരു കത്താണ്. എനിക്കും ഇതുപോലെ കത്തുകൾ വരാറുണ്ട്. അത് ഇവിടെ വായിക്കേണ്ടതല്ല. ഒന്നുകിൽ അച്ഛൻ പാരിഷ് കൗൺസിലോ അല്ലെങ്കിൽ ഇടവക പൊതുയോഗം കൂടി അവിടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു വിവരം മാത്രമാണ് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചപ്പച്ചൻ ചെയ്ത തെറ്റ്. ഞാൻ പറയുന്ന 4-ാം തീയതി ആണ് ഈ കത്ത് വന്നതെങ്കിൽ അതിനുശേഷം ഇവിടെ പാരിഷ് കൗൺസിൽ ഉണ്ടായിരുന്നു. ആ പാരിഷ് കൗൺസിലിൽ ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള പരാമർശവും ഉണ്ടായില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇങ്ങനെ ന്യൂസ് കിട്ടി. ഞങ്ങൾ എല്ലാവരോടും കുറിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, വിചാരിച്ച ഒരു കാര്യം തൽക്കാലം ഈ പെരുന്നാൾ വരെയെങ്കിലും അദ്ദേഹം വന്നിട്ട് ഇവിടെ ആദ്യത്തെ പെരുന്നാളാണ്, ഈ പെരുന്നാൾ വരെയെങ്കിലും ആ സസ്പെൻഷൻ ഒന്ന് ഫ്രീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഇതൊന്നും എന്റെ കാര്യമല്ല, ഇതൊന്നും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമേ അല്ല, നിങ്ങളത് നിങ്ങളുടെ പണി നോക്കിക്കോ, അത് രൂപതേന്ന് നല്ലൊരു കാര്യം, രൂപതേന്ന് കൊടുത്തേക്കുന്നതാണ്, ഞാനത് കൊടുത്തു, എനിക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം എന്നാ പറഞ്ഞു. നമ്മൾ അത്രമാത്രം വിഷമത്തോടെ ചോദിച്ചേ. അച്ഛനൊന്ന് പറയേ, വളരെ മാന്യമായിട്ട് ചോദിച്ചേ, ഒന്ന് പറയുക. സസ്പെൻഷൻ ഒരു വൈദികനാണ്, അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് വിചാരിച്ചോട് മയക്കുമ്പോ പിടിച്ചിട്ട് ഒന്ന് ചോദിച്ചു എന്നുള്ളൊരു വാക്കാ ചെയ്തത്, അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നവംബർ 2-ന് നമ്മുടെ മരിച്ചവരുടെ കുർബാനയ്ക്ക് നടന്ന സംഭവം നിങ്ങളൊക്കെ ഓർക്കണ്ടാവും. പള്ളി നിറഞ്ഞ ആളാ. അന്ന് കൊച്ചച്ഛൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പകുതി ആയി കഴിഞ്ഞപ്പോ
ആ മൈക്ക് മാറ്റിവെച്ച് അതേ പ്രാർത്ഥന തന്നെ വീണ്ടും ചൊല്ലി. സത്യത്തിനൊന്ന് കൊച്ചിന് വളരെ വിഷമത്തോടെ പറഞ്ഞു, എന്നെ എല്ലാവരുടെയും മുമ്പിലിട്ട് കളിയാക്കിയ പോലെ തന്നെയാണ്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? നമ്മുടെ അതിരൂപതയില് ഇതുപോലെ തന്നെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മേശ മറച്ചിട്ട് ഹോസ്പിറ്റൽ ഇതൊക്കെ ആകാശത്തൊക്കെ ഓടി നടന്ന സംഭവം ഉണ്ടായിട്ട് എത്ര പേരെ ഇതുപോലെ സസ്പെൻഡ് ചെയ്തു? എന്തെങ്കിലും ഒരു ന്യായമായ കാരണം വേണ്ടേ? അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചു. ഞാനിത് മനസ്സിലാക്കിയിടത്തോളം ഇതിനു മുൻപും പല കൊച്ചന്മാരോടും ഇതുപോലെ റാഷായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരൊന്നും പരാതിയായിട്ട് പറഞ്ഞേക്കുന്നവരല്ല. വിഷമത്തോടെ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഉപയോഗിച്ച വാക്കുകളൊന്നും നമുക്ക് ഇടവചനത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഞാൻ വൈസ് ചെയർമാനാണ്, നിങ്ങൾ ഇടവകക്കാര് തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഇത് ഒരു പക്ഷം നിന്നുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇന്നലത്തെ ദിവസം നമ്മുടെ ഇടവകയുടെ പെരുന്നാളാണ്. ഇടവകക്കാരെല്ലാവരും കൂടി നടത്തുന്ന പെരുന്നാള്. അടുത്ത മാസം വീണ്ടും അടുത്ത പെരുന്നാൾ, ജനുവരിയിൽ വീണ്ടും പെരുന്നാൾ വരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലത്ത് അച്ഛന്മാര് തമ്മിൽ ഇതുപോലെ ആയാൽ അത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇതുപോലുള്ള നടപടികൾ ഒന്ന് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് ചോദിക്കാം. ഈ ഇടവകയിൽ എന്താണ് നടന്നതെന്ന് ചോദിക്കും. നമ്മൾ പല പുള്ളികൾക്ക് പോലും കുട്ടികേർ കൊടുക്കണേക്കാൾ മുമ്പ് ജഡ്ജി ചോദിക്കും. അത് 5-6 തവണ കേസ് വിസ്താരം കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്നേ. ഇത് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. അന്ന് ഇതുപോലെ ഈ സംഭവം നടന്ന് 2 ദിവസം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, നമ്മുടെ പള്ളിയിൽ പെരുന്നാളെന്ന് അവർക്ക് അറിയാത്ത കാര്യമാണോ? കൃത്യമായിട്ടറിയാം പെരുന്നാളാണെന്ന്. എന്നിട്ട് ആ പെരുന്നാൾ ദിവസം തലേ ദിവസം ഈ സിനഡ് അനുകൂലത്തിന്റെ ആകെ 5 ആളുകളെ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതിലൊരാൾ പറഞ്ഞു, അതേ കേൾക്കണമെന്ന് എനിക്ക്, ചെപ്പച്ചനെ ഞങ്ങൾ പെരുന്നാൾ കൂട്ടിക്കില്ലാന്ന്. ഏത് ഞങ്ങൾ പെരുന്നാൾ കൂട്ടിക്കില്ലാന്ന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ഇതിന്റെ പിന്നില് ചരട് വലികൾ നടത്തിയിട്ടുണ്ട്. അത്രമാത്രം ദുരുദ്ദേശത്തോടെ ഒരു അച്ഛനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലം നിൽക്കുന്ന ഒരു അച്ഛനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കണം. ഇനി സാധാരണ ഒരു വാണിംഗ് കൊടുക്കും. ഇപ്പൊ നമ്മള് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇതായി കഴിഞ്ഞാൽ ടീച്ചർമാരെ മോനെ അത് ചെയ്യരുത്. 33 കൊല്ലത്തെ സർവീസാണ് നമ്മുടെ വികാരിച്ചത്. കൊച്ചിന് വെറും 3 കൊല്ലമുള്ളൂ. ബഹുമാനപ്പെട്ട വികാരിച്ചത് പറയാം, ഇതൊക്കെ അങ്ങനെ ചെയ്യില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് പകരം ഇവിടെ എടുത്ത നിലപാട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഞാനിവിടെ ഇന്നത് പറയാനുണ്ടായൊരു കാരണം, നമുക്കൊന്നും അൾത്താരയിൽ നിന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഇതിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്, ഈ സഭാ സംവിധാനം അങ്ങനെയാണ്. പക്ഷെ അവിടെ നിന്ന് അച്ഛന്മാർ പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതുപോലെ പറയാനായിട്ട് നമുക്കുള്ളൊരു അവസരങ്ങളില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അച്ഛന്മാര് വരും പോകും, പക്ഷെ നമ്മുടെ ഇടവക ജനങ്ങള് ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇടവകക്കാരെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ ഇടവകയിൽ നടക്കുന്ന കാര്യം. നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും ഓരോ കാര്യവും. ഞാനത് ഇപ്പൊ പറയേണ്ട ഒരു കാര്യമല്ല, നിങ്ങൾക്കറിയാം. എന്റെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ കയ്യും കാലും പിടിച്ചു പറഞ്ഞു, അച്ഛാ ഇത്തരം വാശിയും തെരഞ്ഞെടുപ്പ് വേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉള്ള ആളുകളൊന്ന് മാറും. അപ്പോഴും നമ്മളോട് പറഞ്ഞു, ബാക്കിയുള്ളവരെയാ 2-3 പേര് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിക്കുന്നത് മത്സരിച്ച് ചോദിക്കും, ഞങ്ങൾ വിചാരിച്ചിട്ട് ആൾക്കാരാ, ഞങ്ങളെവിടെ മത്സരിക്കോളൂ, ഞങ്ങൾ തന്നെ കൈക്കാരന്മാര്, ഞങ്ങൾ തന്നെ വൈസ് ചെയർമാൻമാര്. അപ്പൊ ഞാൻ കാല് പിടിച്ചു പറഞ്ഞവരോട് 2 ഗ്രൂപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് നിൽക്കാം. ഇത് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അന്ന് ദയനീയമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോ കുറച്ച് ദിവസത്തേക്ക് അല്പം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ മനസ്സിലാക്കണം, ഇടവചനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമിനേഷൻ. നമ്മുടെ പള്ളിയിൽ ഏതാണ്ട് 10-12 കൊല്ലം മുമ്പാണ് ഇതുപോലെ നോമിനേഷൻ നടന്നത്. ഇവിടെ നടത്തിയ നോമിനേഷൻ 10 പേരെ നടത്തി. ഈ 10 പേരെ നടത്തിയത് എന്തിനാണെന്നറിയാമോ? പാരീഷ് കൗൺസിലിന് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി. ആ നടത്തിയ ആളുകൾ, ഞാനത് അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ആ 10 പേർ നടത്തിയതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കും. അത്രമാത്രം, അതായത് ഓരോ സ്ഥലത്തും മത്സരിച്ച് തോറ്റ ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് അച്ഛന് അനുകൂലം നിൽക്കുന്ന ആളുകളെ മാത്രമായിട്ട്, എന്നിട്ടും തമ്പുരാൻ അവിടെ കൈവിട്ടില്ല. തമ്പുരാൻ ചെയ്തതെന്നറിയാമോ? ആ കൈക്കാരൻ തെരഞ്ഞെടുപ്പിലും ഈ അച്ഛൻ നോമിനേറ്റ് ചെയ്ത 3 പേരുടെയും കൂടി വോട്ട് വാങ്ങിയാണ് ഇവിടെ കൈക്കാരൻ ജയിച്ചത്. മനസ്സിലാക്കണം നിങ്ങള്, എത്രമാത്രം പിന്തുണ അവിടെ ഉണ്ടെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്രയൊക്കെ പറഞ്ഞു. ഈ കൈക്കാരൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദുഃഖ വെള്ളിയാഴ്ച വൈകിട്ട് ചെന്ന് പറഞ്ഞു, അച്ഛൻ നമുക്ക് തിരഞ്ഞെടുപ്പ് വേണ്ട, നമുക്ക് 2 ഭാഗത്തുനിന്നും ഓരോരുത്തരും നിർത്തി നമുക്ക് സമാധാനപരമായിട്ട് ഇടവക മുന്നോട്ട് പോട്ടെ,
അപ്പോഴും പറഞ്ഞു ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരണ്ട. ഈ വാക്ക ഉപയോഗിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് സെബി എന്റെ അടുത്ത് വരണ്ട, വൈസ് ചെയർമാന്റെ പണി സെബി നോക്കിക്കോ, ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ നമ്മുടെ ഇടവകയെ എങ്ങനെ ഭിന്നിപ്പിക്കണം, അതിൽ നിന്ന് എങ്ങനെ മുതലെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് ആളുകളുണ്ട്. എനിക്ക് എന്റെ ഇടവക വിശ്വാസികളോട് പറയാനുള്ളത്, ഒരിക്കലും ഇത് ജനാഭിമുഖത്തിന്റെയോ സിനഡ് കുർബാനയുടെയോ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്കിപ്പോ രൂപത തലത്തില് ഇന്ന കുർബാന എന്നൊരു ഏകീകരണ സ്വഭാവത്തിലേക്ക് ഒരുപാട് അച്ഛന്മാരിവിടെ ഉണ്ട്. സീനിയറായിട്ടുള്ള വൈദികരുടെ രൂപതയിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് വിഷമത്തോടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ഒറ്റ കുർബാന മതി എന്ന് പറഞ്ഞാൽ അതിന് ഏത് കുർബാനയായാലും അതിനെ അംഗീകരിക്കാൻ ഇടവകജനം തയ്യാറാ. അല്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമല്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഒരു ചോദ്യവും പറച്ചിലുമില്ലാതെ ഒരു അച്ഛനെ എങ്ങനെ വൈദിക പട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും, അതിനുള്ള നടപടികൾ ചെയ്തു. അപ്പോ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഇടവക വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇതില് നമുക്കൊരു തീരുമാനം വേണം. നമ്മുടെ ബഹുമാനപ്പെട്ട ജപ്പച്ചന് യാതൊരു റീസണും ഇല്ലാതെ, ഇനിയിപ്പോ വളരെ ചെറിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പൊറുക്കാവുന്ന തെറ്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതിന് വേണമെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടെന്ന് വിചാരിക്കാം, അത് വേണമെങ്കിൽ കൊടുത്തോട്ടെ. പക്ഷേ ഇത് ഒരു മുന്നറിയിപ്പുമില്ലാതെ രാത്രിക്ക് രാത്രി വന്ന് കൊടുത്തു. അത് കൊള്ളക്കാരെയൊക്കെ ചെയ്യുന്ന പോലെ മുന്നു കൊടുത്തത്, അത് കൊടുത്തിട്ട് പോയി. പിറ്റേ ദിവസം കുർബാനയും ചൊല്ലി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കാത്തുണ്ടാക്കി പറയണ തെറ്റി കിടത്തേക്ക് മടക്കിക്കോ, സ്ഥലം വിട്ടോ എന്ന് അദ്ദേഹം ആശംസിക്കില്ല. എല്ലപ്പന് 404 നമ്പർ റൂമില് അദ്ദേഹം ഉണ്ട്. നിങ്ങൾ സാധിക്കുന്നവരൊന്ന് പോയി കണ്ടോ. എങ്ങനെയാണ് ഒരു ഇടവകയിലെ അച്ഛനോട് ഇവിടുത്തെ നമ്മുടെ ഇരുപത കൂടിയ പെരുമാറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇനി വീണ്ടും ഉണ്ടാവും. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അതിന് തന്നെയാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇതിന്റെ പേരിലൊരു ഭിന്നിപ്പ് ഉണ്ടാവരുത്. നേരെ മറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജപ്പച്ചനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യണം. ഒന്നുകിൽ എനിക്കൊരു അഭിപ്രായം കൂടി അതിനകത്തുണ്ട്. ഇനിയിപ്പോ ജപ്പച്ചൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണെങ്കിൽ അതേപോലെ തെറ്റ് തന്നെ ആവർത്തിച്ച ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ കാണണം. അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരുടെ പുതിയ 2 അച്ഛന്മാർ വരട്ടെ. ഒരേ തെറ്റ് ചെയ്ത 2 പേർക്ക് 2 നീതി എന്ന് പറയുന്നത് ശരിയല്ല. 2 പേരും ഒരേ കുറ്റം ചെയ്തവരാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എടുത്ത നടപടി വികാരിച്ചതിനെ എടുക്കും. അച്ഛനും മാറി പുതിയ അച്ഛനും ഇവിടെ വരണം. അല്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ കുറ്റത്തിനുള്ള കേസ് വരെ നമ്മുടെ എടുത്തിട്ടുണ്ട്. അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിന് മാത്രം ഇത്ര ധൃതി പിടിച്ച് പിടുക്കത്തിലും എടുത്ത നടപടി ശരിയല്ല. അതിനെതിരെ ഇടവകജനം പ്രതികരിക്കണം. ഒത്തിരി ആളുകൾ സത്യത്തിൽ നമുക്ക് കുറെ ചേച്ചിമാർ സങ്കടം തോന്നി. 4 പേര് കരഞ്ഞുകൊണ്ട് വന്നു. എന്റെ മോനെ എന്താ പറ്റിയ കൊച്ചിന് എന്ന് ചോദിച്ചിട്ട് ഇവിടെ രാവിലെ തന്നെ വന്നു. അത് ആരും വിളിച്ചു വരുത്തിയതല്ല, ഇതറിഞ്ഞറിഞ്ഞാണ് ആളുകൾ വന്നത്. അപ്പോ ഇന്ന് ഇവിടെ ഈ ഒരു സത്യത്തിലൊരു പ്രതിഷേധം എന്നതിനേക്കുപരി നാട്ടുകാരെ വിവരം ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത്. ഒത്തിരി വൈദികർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, രൂപതയിൽ നിന്നുള്ള വൈദികരും അൽമായ മുന്നേറ്റത്തിന്റെ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. രൂപതാ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ്. നീതി നിഷേധത്തിന്റെ വലിയൊരു തെളിവായി. അപ്പൊ നാളെ നമ്മുടെ മറ്റച്ഛന്മാർക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത്. മാത്രമല്ല നമുക്കും വരരുത്. നാളെ ഇത് അച്ഛന്മാർക്കല്ല, നമുക്കും വരും. നിങ്ങളത് ആലോചിച്ചോ? നാളെ ഇതുപോലെ എന്തെങ്കിലും നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഗതികേട് വിധേയമായിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഇതിലൊരു മുൻകരുതൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. അപ്പോ ഇന്ന് ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭീഷണി കൂടിയും വന്നിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നോട് പറഞ്ഞു, വൈസ് ചെയർമാനാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിനെതിരാണെന്ന് ഞാൻ പറഞ്ഞു. വെച്ചാ അങ്ങനെ ദയവ് ചെയ്ത ഒരു സസ്പെൻഷൻ എനിക്ക് കൂടി വാങ്ങിച്ചു തന്നോ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഒരു സസ്പെൻഷൻ എനിക്ക് കൂടി വാങ്ങിച്ചു തരാം. കാരണം ഇങ്ങനെ മോശപ്പെട്ട ഒരു ഇതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്നെ ഇവിടെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട 35 കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ 3ൽ 2 ഭൂരിപക്ഷം കിട്ടിയാണ് ഞാൻ അവിടെ ജയിച്ചു കയറിയത്. ഞാൻ ആരുടെയും ആളായിട്ടൊന്നും ജയിച്ചതല്ല.
എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളത് ഇപ്പൊ ഇവിടുന്ന് പറയാണ് പോണോന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇതിന്ന് പോകും. കാരണം അവരോട് നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹമില്ല. അപ്പോ ബഹുമാനപ്പെട്ട ഇടവക ജനങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ചെപ്പച്ചനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്ത് കാര്യമായാലും അവിടെ ചെയ്യണം. അതിന് ഈ ഇടവക തലത്തിന് നിങ്ങളുടെ പിന്തുണ വേണം. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്താൻ, അതായത് ബസിലിക്ക എത്ര ദിവസം അടച്ചിട്ടോ അതുപോലെ അടച്ചിടാനാണ് നിലവിൽ ഇവിടുത്തെ ആളുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടത്. അപ്പോ അങ്ങനെ ഒരു ആഗ്രഹമാണ് മനസ്സിലിരിക്കുന്ന ഒരു കാര്യങ്ങൾ തറപ്പിച്ചു പറയാം. ഒരു കാരണവശാലും ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഇവിടെ വന്ന് ചിലരുടെ കുർബാന ചെല്ലി ഇതിന്റെ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ളൊരു വ്യാമോഹം വേണ്ട. മാത്രമല്ല ഇതിന് പകരമായിട്ട് സിറിഡിന്റെ കൊച്ചന്മാരെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും ഇവിടുത്തെ ഇടവകജനം തയ്യാറാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന